ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചിട്ട് കുറേ നാളായി. അതിലുള്ള ആളുകൾ മറ്റ് പല മേഖലകളിലും സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വേട്ടയാടപ്പെടുന്ന ഒരാളുണ്ട്. സീസൺ 6 ഭാഗഭാക്കായി എന്നതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന ഒരാളുണ്ട്. മറ്റാരുമല്ല, സായി കൃഷ്ണ എന്ന് ഇപ്പോൾ പേര് മാറ്റി കണ്ണാപ്പി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സീക്രട്ട് ഏജൻറ്റ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 നടക്കുന്ന സമയത്ത് നമ്മളും വിമർശിച്ചിട്ടുണ്ട്, നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. സീസൺ 6 ആ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് സീക്രട്ട് ഏജൻറ്റ് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുമ്പോഴും, അതായത് ബിഗ് ബോസിനകത്തേക്ക് പോകുമ്പോഴും പറഞ്ഞിരുന്നത് ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ വെറും മരവാഴയായി എന്നുള്ളത് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. സീസൺ 6 കഴിഞ്ഞു. അവിടുന്ന് 5 ലക്ഷത്തിൻ്റെ പെട്ടി എടുത്തിട്ട് പുള്ളി പുറത്തിറങ്ങിയിട്ട് വീണ്ടും നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ചാനലിൽ വീഡിയോകൾ ചെയ്തു തുടങ്ങി. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കണ്ണാപ്പി എന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോകളും അതേപോലെ തന്നെ കമൻറ്റുകളുമാണ് ഏറ്റവും കൂടുതലുള്ളത്. സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഇഷ്ടമാണ് അത് ബിഗ് ബോസിനകത്ത് എങ്ങനെ കളിക്കണം എന്നുള്ളത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നുള്ള ശരി തന്നെ. പക്ഷേ പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിച്ചു. ഗെയിമും കഴിഞ്ഞ് പുറത്ത് വന്ന് പുള്ളി പഴയ ആ ഒരു സീക്രട്ട് ഏജൻ്റായിട്ട് വീഡിയോകൾ ചെയ്തു തുടങ്ങി. ഇപ്പോഴും അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് കമൻറ്റുകളിട്ട് മെഴുകുകയാണ്. കണ്ണാപ്പി 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 എന്ന് വിളിച്ചുകൊണ്ട്. ശരിയാണ്, അദ്ദേഹം നമ്മളുടെ പ്രതീക്ഷയ്ക്കകത്ത് അവിടെ കളിച്ചില്ല. പക്ഷേ പുള്ളിയുടെ ഗെയിമാണ് അവിടെ കളിച്ചത്. ആ സമയത്ത് നമുക്ക് വിമർശിക്കാം. അതായത് ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന ഗെയിം നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് വിമർശിക്കാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പുള്ളിയുടേതായിട്ടുള്ള ആ ഒരു രീതി വീണ്ടും പിന്തുടർന്നുകൊണ്ട് പോകുമ്പോൾ വീണ്ടും അതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അതത്ര നല്ല കാര്യമാണ് എന്നുള്ളത്. വീണ്ടും സീക്രട്ട് ഏജൻ്റായിട്ട് സായി കൃഷ്ണ വന്നിട്ടുണ്ട്. വീഡിയോകൾ, പുള്ളിയുടെ പഴയ രീതിയിലുള്ള വീഡിയോകൾ വീണ്ടും ചെയ്തു തുടങ്ങുന്നുണ്ട്. കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ കാണണ്ട, അത്രേ ഉള്ളൂ. അല്ലാത്ത ആളുകൾ ആ വീഡിയോ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് വിടുക. കമൻറ്റിൽ പോയിട്ട് ഇങ്ങനെ കമൻ്റ് അടിച്ച് മെഴുകുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സീക്രട്ട് ഏജൻറ്റ് കുറച്ച് നാളുകൂടെ ഇങ്ങനെ ഈ ഓൺലൈൻ ക്രൂശിക്കപ്പെടലിന് ഇരയാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.